നമസ്കാരം. എനിക്കിവിടെ കിട്ടിയുള്ള വിഷയം എന്നുള്ളത് വീട് എന്നുള്ളതാണ്. വീട് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന എൻ്റെ കുട്ടിക്കാലത്തെ പല അനുഭവങ്ങളാണ്. വീടിൻ്റെ ഉമ്മറപ്പടിയിൽ നിന്ന് തല കറങ്ങി വീണ് തല പൊട്ടിയതും ഉമ്മാൻ്റെ അടുത്ത് അടി കിട്ടിയതൊക്കെ എൻ്റെ മനസ്സിൽ മായാത്ത അനുഭവങ്ങളാണ്. വീട് നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാട് ഉള്ള മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങളാണ് വീട് എന്നുള്ളത്. മനുഷ്യൻ്റെ വെള്ളം, ഭക്ഷണം, വീട്, അങ്ങനെ 3 ഘടകങ്ങൾ മനുഷ്യന് എന്തായാലും അത്യാവശ്യമാണ്. അതിൽ ഒരു ഘടകമാണ് വീട് എന്നുള്ളത്. നമുക്കറിയാം, ഫലസ്തീനിലെ അവസരം പറയുകയാണെങ്കിൽ അവർക്കൊന്നും വീടില്ലാതെ, വീട് പോലും എല്ലാം ഇസ്രായേൽ നശിപ്പിച്ച് തെരുവുകളിലും മറ്റ് പട്ടണങ്ങളിലും കിടന്നുറങ്ങിയാണ് അവർ. അതുപോലെ തന്നെ നാം പല ഭാഗത്തും പല വലിപ്പത്തിലും ചെറിയതുമായ എല്ലാ വീടുകളും കണ്ടിട്ടുണ്ടാകും. വലിയ വലിയ വീടുകൾ നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിലോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലോ വലിയ വലിയ പണക്കാരായ ആൾക്കാർ വലിയ വലിയ വീടുകൾ വെക്കുകയും പാവപ്പെട്ട ആൾക്കാർ ചെറിയ ചെറ്റക്കുടിയിൽ താമസിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ തീരങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാർ അവർ ഓലമേന വീട്ടിലാണ് താമസിക്കാറ്. നമ്മൾ ഈ കാലത്ത് ചെയ്യുന്ന ഒരു വലിയ തെറ്റാണ് പാടങ്ങൾ നികത്തി അതിൽ വീടുണ്ടാക്കുക എന്നുള്ളത്. അത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് അത് നയിക്കുന്നു. ഭൂകമ്പം, വെള്ളപ്പൊക്കം, അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് ആ പ്രവൃത്തി നമ്മളെ നയിക്കുന്നു. അതുപോലെ തന്നെ വീടിനുള്ളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ലഭ്യമാണ്. ഭക്ഷണം, അങ്ങനെ നമ്മുടെ വീട്ടുകാർ എല്ലാതും നമുക്ക് അവിടെ ലഭ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് വളരെയധികം ശാന്തിയും സമാധാനവും ലഭിക്കുന്ന ഒന്നാണ് വീട്. ഏത് അവസരത്തിലും നാം എവിടെയും പോയാലും നമ്മളെ വീടിനെ, നാം പഠിച്ച കിടന്നുറങ്ങിയ ആ വീടിനെ നാം ഒരിക്കലും മറക്കുകയില്ല. നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ ആദ്യത്തെ ഒരു കലാലയം എന്നുള്ളത് വീടാണ്. അവിടെ നിന്ന് മനുഷ്യൻ ഓരോ കാര്യങ്ങളും പഠിക്കുകയും അതിൽ നിന്ന് പല സംഭവങ്ങളും നേടിയെടുക്കുകയും ചെയ്യുന്നു. വളരെയധികം വീടിനെ കുറിച്ച് പല കവികളും മറ്റു കഥാകാരന്മാരും വളരെയധികം സാഹിത്യത്തോടുകൂടെ വീടിനെ വർണ്ണിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ വീടിനുള്ളിലുള്ള മറ്റൊരു ഉമ്മ എന്നുള്ളത്, ഉമ്മ എന്നുള്ളത് നമ്മുടെ വളർത്തുമ്മ. അതായത് നമ്മുടെ എല്ലാ കാര്യത്തിലും, നമുക്ക് എല്ലാ പ്രത്യാശയിലും, എല്ലാ ദുഃഖത്തിലും മരണം പോലും നോക്കാതെ നമ്മളേക്ക്